എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു സെഗ്മെൻറ്റുമായി വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറയും എപ്പോഴും വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പം പൊതുവേ ഞാൻ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇഷ്ടപ്പെടുന്നത്. കാരണം ഞാനൊരു വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. അപ്പം ഒരുപാട് പേര് വാഹനങ്ങളുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഞാനും ഇട്ടിരുന്നു. പക്ഷേ എൻ്റെ ചില പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ അപ്പം വീണ്ടും നമ്മൾ ആക്റ്റീവായിട്ട് ആ വീഡിയോ ഇടുന്നതിലേക്ക് വരികയാണ്. റിവ്യൂസൊന്നും ഞാൻ ഒഴിവാക്കുന്നില്ല, റിവ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് കൂടെ ഞാൻ കടക്കുകയാണ്. വെച്ചാൽ നമുക്ക് ദിനം പ്രതി ഓരോ ന്യൂസസ് വാഹനങ്ങളെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പുതിയ അപ്ഡേഷൻസ് വരുന്നുണ്ട്, പുതിയ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അതുകൂടാതെ ആ വാഹനങ്ങൾ തമ്മിലുള്ള ആ വിൽപ്പനയുടെ കാര്യങ്ങൾ, അവരുടെ പുതിയ ഓരോ സെഗ്മെൻറ്റിലും പുതുതായിട്ട് ആഡ് ചെയ്ത കാര്യങ്ങൾ, ഇത് ചിലരിലേക്ക് എത്തത്തില്ല, ചിലർക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള പുതിയ ന്യൂസസ് ഓരോ ദിവസവും ഓരോ ന്യൂസ് എന്നുള്ള രീതിയിൽ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പുതിയ അപ്ഡേഷൻസൊക്കെയാണ് ഞാൻ ഈ സെഗ്മെൻറ്റിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ടിട്ട് ഈ സെഗ്മെൻറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ പൂർണ്ണമായിട്ട് ആദ്യം ഇരുന്ന് കാണുക. കണ്ട ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ, ഇതിനകത്ത് ഇതിങ്ങനെ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കൂടെ ഇതിനകത്ത് ചേർക്കുക. കൂടാതെ ലൈക്ക്, ഷെയർ, കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്തായാലും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഇലക്ട്രിക് SUVs അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ടാറ്റയുടെയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ടാറ്റയ്ക്കാണ് ഏറ്റവും കൂടുതൽ മോഡൽസ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. അതുമാത്രമല്ല അവരുടെ പ്രൈസ് റേഞ്ചും നമുക്ക് അഫോർഡബിൾ ആണ്. ഇപ്പോൾ ടിയാഗോയുടെ EV ഉണ്ട്, ടിഗോറിൻ്റെ EV ഉണ്ട്, പിന്നെ നെക്സോണിൻ്റെ EV ഓൾറെഡി ആദ്യമേ വന്നിട്ടുണ്ട്, അത് വിപണി പിടിച്ചിട്ടുണ്ട്. കൂടാതെ ഇനിയിപ്പം വരാൻ പോകുന്നത് അടുത്തൊരു പുതിയ മോഡലും കൂടെ അവരുടെ ലോഞ്ച് ചെയ്യാൻ ഇരിക്കുകയാണ്. ലോഞ്ചിങ് ആയിട്ടില്ല. കർവ് എന്ന് പറഞ്ഞ ഇലക്ട്രിക്കാണ് ആദ്യമേ വരുന്നതെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് എന്തുവായാലും നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് വെച്ചാൽ ടെസ്ലയെ നമ്മൾ നരേന്ദ്രമോദി പോയി കണ്ട് ക്ഷണിക്കുകയും അത് ഇപ്പം വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നിട്ട് ഇതുവരെ അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേഷൻ കറക്റ്റായിട്ട് വന്നില്ല, അല്ലെങ്കിൽ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ടെസ്ല എന്തായാലും എത്തുമെന്ന് നമുക്ക് അറിയാം. ഒരു സമയത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വിറ്റുന്ന കമ്പനിയായിരുന്നു ടെസ്ല. പ്രീമിയം വണ്ടികളാണ് കൂടുതലും വിൽക്കുന്നത്. പക്ഷേ ടെസ്ല അടുത്ത സമയത്ത് നമ്മുടെ ഒരു അയൽ രാജ്യത്തെ കമ്പനി, അതായത് നമ്മുടെ എല്ലാവർക്കും അറിയാം ചൈനയിലെ കമ്പനിയായ BYD അവരെ ഓവർടേക്ക് ചെയ്തു. ഇപ്പോൾ BYD ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കുന്നത്. അപ്പം BYDക്ക് അറിയാം ലോകത്തിലെ രണ്ടാമത്തെ അല്ലെങ്കിൽ ലോകത്തിലെ നിലവിലെ ഇനി ഭാവിയിൽ ഒന്നാമതെത്താൻ പോകുന്ന വാഹനങ്ങളുടെ മാർക്കറ്റ് എന്നത് ഇന്ത്യ തന്നെ ആയിരിക്കും. കാര്യം നമ്മുടെ പോപ്പുലേഷൻ, പർച്ചേസിംഗ് പവർ, ഇതൊക്കെ നമുക്കുണ്ട്. രാജ്യത്തിൻ്റെ അവസ്ഥയൊക്കെ വളരെ മികച്ച രീതിയിലാണ് പോകുന്നത്. വാഹനങ്ങൾ ശരിക്കും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിൽ നെക്സോണിനേക്കാൾ ഇരട്ടി റേഞ്ചുള്ള EV ആരെ തോൽപ്പിക്കാൻ വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്ല ഇന്ത്യയിൽ വന്നാൽ ഒരിക്കലും ടെസ്ലയേക്കാൾ മുമ്പേ നമ്മുടെ രാജ്യത്തെ വിപണി അവർക്ക് കയ്യിലാക്കാൻ വേണ്ടി BYD ശ്രമങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ഇപ്പം നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് കഴിഞ്ഞ വർഷമാണ് ഇലക്ട്രിക് വാഹനങ്ങളെ ഈ വാഹന നിർമ്മാതാക്കളായ ടെസ്ലയെ BYD പിന്നിലാക്കിയത്. കൂടാതെ ഇപ്പം നിലവിൽ നമുക്ക് ഇന്ത്യയിലുള്ളതെന്ന് വെച്ചാൽ E6 MPV എന്ന് പറഞ്ഞ വാഹനവും അതോടൊപ്പം തന്നെ അറ്റോ 3 എന്ന് പറഞ്ഞ SUVയുമാണ് പ്രധാനമായും BYDക്കുള്ളത്. കാറിൻ്റെ സെഗ്മെൻറ്റിൽ ബസ്സുകളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൂടാതെ ഇനിയിപ്പം വരാൻ പോകുന്ന വെച്ചാൽ സീൽ എന്ന് പറയുന്ന ഒരു സെഡാൻ അവർ ഇന്ത്യയിലേക്ക് അവതരിപ്പിക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു വാഹനങ്ങളുടെ അത്രയും ഈ പറഞ്ഞിരിക്കുന്ന മറ്റു രണ്ട് അറ്റോ എന്ന് പറയുന്ന വണ്ടിയുടെയും എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ നെയിമുള്ള വണ്ടിയുടെയും വിലക്കാൾ കുറവായിരിക്കും ഈ സെഡാൻ ഉണ്ടായിരിക്കുക എന്നാണ് കമ്പനിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. അത് മാത്രമല്ല അവരുടെ ഒരു ഫോട്ടോസ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആ ഫോട്ടോസിനകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അവരുടെ ഫോട്ടോസൊക്കെ അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ സ്പൈഡ് ഇമേജസ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട് അവരുടെ. കൂടാതെ 2024 മാർച്ചിൽ, അതായത് നെക്സ്റ്റ് മന്ത്, ഇപ്പോൾ നമുക്ക് ഫെബ്രുവരി എന്നറിയാലോ, ഈ നെക്സ്റ്റ് മന്തിൽ ഇവർ ഈ വണ്ടി കൊണ്ടെത്തിക്കുമെന്നാണ് പറയുന്നത്. ഔദ്യോഗികമായ വിവരങ്ങളല്ല, ഓട്ടോ ജേർണലിസ്റ്റുകളെല്ലാം ഈ വിവരങ്ങൾ അവർ കൺഫേം ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 4800 മില്ലിമീറ്ററിൻ്റെ നീളവും 1875 മില്ലിമീറ്റർ വീതിയും 1460 മില്ലിമീറ്റർ ഉയരവുമുള്ള ഒരു ഓഷ്യൻ എക്സ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അവർ ഇതിനുമ്പോൾ അവതരിപ്പിച്ചായിരുന്നു. ആ കോൺസെപ്റ്റിൽ നിന്നാണ് അവർ ഈ വാഹനം അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് വേറെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള LED ഹെഡ്ലാംപ്സ്, ബൂമറാങ് ഷേപ്പിലുള്ള
DRL, ബ്ലാക്ക് ബോർഡേഴ്സ്, എയർ ഡാം, അങ്ങനെ ഗ്ലാസ് കൂപ്പേ മോഡലാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ അലോയ് വീലുകൾ കാര്യങ്ങളെല്ലാം ഇവരിതിനകത്ത് ഈ സ്പൈഡ് ഇമേജസ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സ്പൈഡ് ഇമേജസിനകത്ത് അവരിത് കാണിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റേഴ്സ് എല്ലാം ഈ അറ്റോയുമായി ബന്ധപ്പെട്ട് മറ്റ് 2 ആ വേരിയൻറ്റുമായി ബന്ധപ്പെട്ട് അവർ ഷെയർ ചെയ്യുന്നു എന്നും ഒക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. വില വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല നിലവിൽ. പ്രൊവൈഡ് ചെയ്ത് അവർ പറഞ്ഞിട്ടില്ല, കാര്യം അവർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. സ്വാഭാവികമായിട്ടും എന്ത് തന്നെയായാലും ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല, ഒരു മത്സരാധിഷ്ഠിതമായ ഒരു വിപണിയായി മാറുന്നതിന് കാരണമാകുന്ന ഒരു മോഡലായിരിക്കാം ഈ സീൽ എന്ന് പറയുന്നത്. ഇത് ടാറ്റയ്ക്കും ഹ്യുണ്ടായിക്ക് ഇപ്പോൾ അയോണിക് 5 എന്ന് പറഞ്ഞ വാഹനമുണ്ട്, കിയയ്ക്ക് EV6 ഉണ്ട്. അപ്പം എനിക്ക് ടാറ്റയ്ക്ക് ഈ സെഗ്മെൻറ്റിൽ വണ്ടിയില്ല. ടാറ്റയുടെ ടിഗോറാണ് സെഡാനായിട്ടുള്ളത്. പക്ഷേ അത് ഈ വണ്ടികളുടെ സെഗ്മെൻ്റ് അല്ല, ഇതൊരു പ്രീമിയം സെഗ്മെൻറ്റാണ്. അപ്പം ടാറ്റയുമായി കോമ്പറ്റീഷനുള്ള മോഡൽ. പക്ഷേ ടാറ്റയ്ക്ക് ഭാവിയിൽ BYDയിൽ നിന്നും മത്സരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായതുകൊണ്ട് BYDയിൽ നിന്നും മത്സരം ഉണ്ടാകാൻ വളരെ സാധ്യതയുള്ള ഒരു വിഭാഗമാണ്. പക്ഷേ ടാറ്റ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നൊരു കാര്യം നമുക്കറിയാം. കർവ് എന്ന് പറയുന്ന പുതിയ അവരുടെ വണ്ടി തന്നെ അവർ ഡീസലിലോ പെട്രോളിലല്ല അവർ ലോഞ്ച് ചെയ്യുന്നത്, ആദ്യം ഇലക്ട്രിക്കിലാണ് ലോഞ്ച് ചെയ്യുന്നത്. ഇലക്ട്രിക് വന്ന ശേഷമാണ് മറ്റ് ഡീസലായാലും പെട്രോളായാലും വരുമെന്ന് പറയുന്നുണ്ട്. അപ്പം അവർ പിന്നെ ഹാരിയറിൻ്റെ ഇലക്ട്രിക് കൊണ്ടുവരുന്നുണ്ട്. ICE എഞ്ചിൻസിൻ്റെ എല്ലാം ഇലക്ട്രിക് പതിപ്പുകൾ അവർ ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ടാറ്റയും ഇവരോടൊപ്പം തന്നെ മത്സരിക്കുന്നുണ്ട്. പക്ഷേ BYD കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടാറ്റ ഇനിയിപ്പം ജാഗോറിൻ്റെ ലാൻഡ് റോവറിൻ്റെയൊക്കെ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോഴത്തേക്കും അവർക്കും നല്ല രീതിയിൽ മത്സരിക്കാൻ സാധിക്കും. എന്ത് തന്നെയായാലും ഈ സീൽ എന്ന് പറയുന്ന വണ്ടി ടെസ്ലയ്ക്കുള്ള മറുപടി എന്നാണ് പല ഓട്ടോ ജേർണലിസ്റ്റുകളും പറയുന്നത്. കാര്യം ടെസ്ല വരുന്നതിന് മുമ്പ് തന്നെ വിപണി പിടിക്കാൻ വേണ്ടിയാണ് ഈ മോഡൽസ് ഇറക്കുന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇനിയിപ്പം എന്തായാലും ഈ സീലിൻ്റെ ആ സ്പൈഡ് ഇമേജസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് നോക്കുക. നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും അവരുടെ സർവീസും മറ്റു കാര്യങ്ങളുമൊക്കെ നോക്കി എന്താണെന്ന് നമുക്ക് അവരുടെ വിപണി എങ്ങനെ ആയിരിക്കാമെന്ന് നോക്കാം. MGക്ക് പറ്റിയ പോലെ പറ്റുമോ? ചൈനീസ് കമ്പനിയാണ്, ഇന്ത്യക്കാർക്ക് ചൈനക്കാരോടൊരു ഇതുണ്ടായത് കൊണ്ട് ഇനി അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും BYDയുടെ മാറ്റങ്ങൾ, ചുവടുവെപ്പ് എന്താണെന്ന് നമുക്ക് മാർച്ച് മാസം അറിയാൻ കഴിയും. എന്തായാലും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ന്യൂസാണ് ടെസ്ലയ്ക്ക് എതിരാളിയായിട്ട് ഈ BYD ടെസ്ല വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ പുതിയൊരു മോഡൽ അവതരിപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്, നന്ദി. പൂർണ്ണമായി വീഡിയോ എല്ലാവരും കാണുക. നാളെ അടുത്ത പ്രധാനപ്പെട്ട ന്യൂസുമായി നാളെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഞാൻ ഇവിടെ പറയുകയാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.